ബസ്സിൽ ലൈംഗികാതിക്രമമെന്ന വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ ഷിംജിത മുസ്തഫ കേരളം വിട്ടെന്ന സൂചന. കേസിൽ ITA ആക്ട് ഉൾപ്പെടുത്താത്തത് കേസ് ദുർബലമാക്കുമെന്നാണ് നിയമ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഷിംജിതയ്ക്കെതിരെ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. ഏത് കോളിലുണ്ടെങ്കിലും അവളെ പിടിച്ചിട്ട് നല്ല ശിക്ഷ കൊടുത്തിട്ട് അവൾക്ക് ജയിൽ ശിക്ഷ എന്ന് വെച്ചാൽ ആയാലും ജയിലിൽ നിന്ന് വിടാൻ പാടില്ല. അവൾ അത്തരത്തിൽ ലോക്കപ്പിലായാലും ഈ സംഗതി വേറൊരു വ്യക്തിക്ക് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അനുഭവിച്ച് ഇനി വേറൊരു അച്ഛനമ്മ ഈ സംഗതി ഉണ്ടാവാൻ പാടില്ല. ആത്മഹത്യ ചെയ്ത മകന് നീതി ഉറപ്പാക്കണമെന്നും മകന്റെ മരണത്തിന് കാരണക്കാരിയായ ഷിംജിതയെ എത്രയും വേഗം പിടികൂടണമെന്നുമാണ് ദീപകിന്റെ അച്ഛൻ വേദനയോടെ പറഞ്ഞത്. കേസിൽ ഷിംജിത മുസ്തഫയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തെങ്കിലും ഷിംജിതയെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഷിംജിത മുസ്തഫ സംസ്ഥാനം വിട്ടെന്നാണ് സൂചന. വീഡിയോ പ്രചരിപ്പിച്ച ഫോണാണ് കേസിലേറെ നിർണായകം. ഫോൺ കണ്ടെത്തി ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ വീഡിയോയെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ. മാത്രമല്ല, കേസിൽ ITA ആക്ട് ഉൾപ്പെടുത്തണമെന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. ഷിംജിത ഒളിവിൽ കഴിയും തോറും തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണെന്ന ആശങ്കയിലാണ് ദീപകിന്റെ കുടുംബം. ജനം, കോഴിക്കോട്.